ഇനി നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്ററൈസ് ടൈമിനെ കുറിച്ച് പറയാം. ഓക്കെ, ഈ പോസ്റ്ററൈസ് ടൈം എവിടെ യൂസ് ചെയ്യലെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ ഒരുപാട് ഡാൻസ് പാർട്ടികളിലുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോസിലെല്ലാം ഫ്രെയിം റേറ്റ് ഭയങ്കര ലോ ആക്കി കൊടുക്കും. ആ പോസ്റ്ററൈസ് ടൈം ഉണ്ടല്ലോ, അതായത് ഒരു ഫ്രീസിൻ്റെ ഒരു ലുക്ക് വെക്കും. മനസ്സിലായ? അതായത് സ്പീഡ് പോകുന്ന വീഡിയോ നമ്മൾ പോസ്റ്ററൈസ് ടൈം കൊടുത്തിട്ട് 24 ഫ്രെയിം പെർ സെക്കൻഡാണ് സാധാരണ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ആ 24 ഫ്രെയിം എന്താക്കി കൊടുക്കും, പോസ്റ്ററൈസ് ടൈം കൊടുത്തിട്ട് 5 to 12, അതാണ് ഇതിൻ്റെ ഒരു പോസ്റ്ററൈസ് ടൈം ആവുന്ന നമ്മൾ സാധാരണ കൊടുക്കുന്ന ഒരു കണക്ക്. ഒരു 6 കൊടുത്താലും 12 കൊടുത്താലും 14 കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ വീഡിയോ എത്രത്തോളം സാവധാനമാണ് വരുന്നത്, ലോഡാവുന്നതെന്ന് മനസ്സിലാവും. അപ്പം ഒരു സ്പീഡിൽ ഡാൻസ് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ടൈം പോസ്റ്റർ ആകുമ്പോൾ ആ ഒരു ഭംഗി വരാണ്ട്, ഒരു സിനിമാറ്റിക് ലുക്ക് വരാണ്ട്. അപ്പോൾ ഇനി അതിനെക്കുറിച്ച് നമുക്ക് ഇനി പറയാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് ഈ വാഹനങ്ങൾ സ്പീഡ് പോകുന്നൊരു വീഡിയോ. ഓക്കെ, വാഹനങ്ങൾ വീഡിയോ ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു ഇമ്പാക്റ്റ് വന്നൂടായില്ല കേട്ടോ. നിങ്ങൾ കൂടുതൽ ഇമ്പാക്റ്റ് വരുള്ളതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഡാൻസ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യില്ലേ, അപ്പോൾ കൂടുതൽ വരും. ഇതിൻ്റെ ഫസ്റ്റിൽ ഈ വീഡിയോൻ്റെ ഡീഫോൾട്ട് വീഡിയോ ഇങ്ങനെയുള്ളത് കണ്ടോ. ഇനി നമ്മൾ എന്ത് എടുക്കുന്നുണ്ട്, നമ്മൾ പോസ്റ്ററൈസ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ട്. ആ എഫക്റ്റ് ഞാൻ ഇതിലേക്ക് നേരെ വലിച്ചിട്ട് കൊടുത്ത്. ഓക്കെ, ഇനി എന്ത് ചെയ്ത് എഫക്റ്റ് കൺട്രോൾ പോയിട്ട് ഈ ഇതുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 24 ഫ്രെയിമാണ് നിലവിലുള്ളത്. നമുക്ക് എന്ത് കൊടുക്കാം, ഒരു 9 കൊടുക്കാം. ഓക്കെ, നിങ്ങൾ ആദ്യത്തെ ആ വീഡിയോ പ്ലേ ചെയ്ത് കണ്ടല്ലോ. ഇനി നമുക്കൊന്ന് റെൻഡർ ആവാൻ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഈ റെൻഡർ ആവാൻ വേറെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇപ്പം നിലവിൽ പെട്ടെന്ന് എളുപ്പപ്പണി എന്താണെന്ന് വെച്ചാൽ എൻ്റർ നിൽക്കിയാൽ റെൻഡർ ആവും. രണ്ടാമതൊരു വഴി എന്താ വെച്ചാൽ സീക്വൻസ് പോയിട്ട് ഇതുണ്ട് റെൻഡർ ഇൻ ആൻഡ് ഔട്ട് കൊടുത്താൽ മതി. ഇവിടെ തന്നെ കണ്ടെങ്കിൽ ഇതിൻ്റെ കീബോർഡ് ഷോർട്ട് കട്ടായിട്ട് എൻ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ നിൽക്കിയത്. റെൻഡർ എഫക്ട്സ് ഇൻ ആൻഡ് ഔട്ട് അങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പം ഇപ്പോൾ ഇത് റെൻഡറായി. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാലോ. സ്റ്റോപ്പായി വരുന്നുണ്ട് നിങ്ങൾ വീഡിയോ. പാർട്ടി വീഡിയോസൊക്കെ ഉണ്ടാവില്ല, അതിൽ പോസ്റ്ററൈസ് ടൈം കൊടുത്താലും ഇങ്ങനെ വരില്ല. ഓരോ ഫ്രെയിം നിന്ന് ഇങ്ങനെ വരും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഭംഗി. പണ്ടങ്ങൾ ഈ പോസ്റ്ററൈസ് ടൈം ഇല്ലാതെ ഒന്ന് വീഡിയോ ഉണ്ടോക്കി ഡിഫറൻസ് മനസ്സിലാക്കാം. ഇതാണ് പോസ്റ്ററൈസ് ടൈം ഇല്ലാതെ ഡീഫോൾട്ട് ആയിട്ടുള്ള വീഡിയോ. ഇനി പോസ്റ്ററൈസ് ഓൺ ആയിട്ടുള്ള വീഡിയോ എങ്ങനെയാണ്, ഇതാണ് വീഡിയോ. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ വീഡിയോ ടോട്ടലായിട്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലുക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഒറ്റയ്ക്കൊരു വീഡിയോ ആയതുകൊണ്ടാണ് ഒരു കൂടുതൽ ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. അപ്പം പോസ്റ്ററൈസ് ടൈം നമ്മൾ പറഞ്ഞതിനു. ഓക്കെ, ഇതെല്ലാം ബേസിക് ആട്ടോ. ഇതൊക്കെ നിങ്ങൾ ഓരോ വീഡിയോക്ക് അനുസരിച്ച് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ വീഡിയോ അടിപൊളിയായിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ സിനിമാറ്റിക് ബാറൊക്കെ പറഞ്ഞ പോലെ, ഇപ്പോൾ സിനിമാറ്റിക് ബാർ ഇന്നാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത്. ഇതുപോലെ സിനിമാറ്റിക് ബാർ ഔട്ട് ഉണ്ടാക്കാം. ജസ്റ്റ് ക്രോപ്പ് എഫക്റ്റ് ആഡ് ചെയ്യുക, പിന്നെ കുറച്ച് കീ ഫ്രെയിം സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ടോപ്പിൽ നിന്ന് 13% കൊടുത്ത് ക്രോപ്പ് ചെയ്തു, ബോട്ടത്തിൽ നിന്നും 13% എന്ത് ചെയ്തു, ക്രോപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായി. ഇനി അടുത്തതായിട്ട് ആണ് എന്ത്, റെട്രോ എഫക്റ്റിനായിട്ട് എൻ്റെ അടുത്ത് ആദ്യമേ ഒരു ഇതുണ്ട്, ഒരു ഓൾഡ് TV റെട്രോ ഉണ്ട്. ഇത് ഞാൻ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ തൽക്കാലം ഈ റെട്രോ എന്നിട്ട് കൺട്രോൾ L നിൽക്കുന്നു. ഇപ്പോൾ വേർതിരിയുന്നു, അൺഗ്രൂപ്പ് ആവുന്നു, ഡിലീറ്റ് ചെയ്യുന്നു, ഒന്നൊന്ന് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. രണ്ടാമതായിട്ട് എന്ത് കൊടുക്കുന്നു, ഞാൻ എൻ്റെ ഒരു ജിഗാണിത്, ഒരു പ്രൊഫൈല്. അതിപ്പോൾ തൽക്കാലം നമുക്ക് ചെയ്യാം. ഇതും നമുക്ക് ഇതിൻ്റെ സൗണ്ട് പോക്കാം. കൺട്രോൾ L നിൽക്കുക. അപ്പം അൺഗ്രൂപ്പായി. വോയിസ് ഞാൻ ബാക്ക് സ്പേസ് ചെയ്ത് റിമൂവ് ചെയ്ത്. ഇനി എന്ത് ചെയ്യുക, ഈ ഒരു ഗ്രീൻ സ്ക്രീന് പോകണമല്ലോ, അതിനായിട്ട് ഞാൻ എന്ത് ചെയ്തു, അൾട്രാ കീ ഉണ്ടെങ്കിൽ ഈ വീഡിയോ എഫക്റ്റിൽ പോവുക, കീയിങ്ങിൽ പോവുക, അൾട്രാ കീ പോവുക. അൾട്രാ കീയിൽ നിങ്ങൾ വേറൊരു കാര്യം പഠിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ട്രാക്ക് മാറ്റ് കീ ഉണ്ട്, അതിനെക്കുറിച്ചൊന്ന് നിങ്ങൾ പഠിച്ചു നോക്കിട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ ഞാൻ അൾട്രാ കീ ഇട്ടിട്ട് എന്ത് ചെയ്തു, എഡിറ്റ് കൺട്രോൾസിൽ പോയിട്ട് എഫക്റ്റ് കൺട്രോൾസിൽ പോയിട്ട്, ഇപ്പോൾ ഇവിടെ ബ്ലാക്ക് ആണല്ലോ, അൾട്രാ കീ ഉണ്ടല്ലോ, നിങ്ങൾ ഈ കളർ എന്തായി കൊടുക്കുക, പച്ചായി കൊടുക്കുക. ഇപ്പോൾ എന്തായി, നമ്മൾ ബാക്കിലുള്ള വീഡിയോസ് കണ്ട്. ഇനി ഈ വീഡിയോ നമുക്കൊന്ന് ചെറുതായി കൊടുക്കണം. അതിന് ഈ ഒരു ചിഹ്നം കണ്ടെങ്കിൽ ടോഗിൾ ഡയറക്റ്റ് മാനിപ്പുലേഷൻ, അതൊന്ന് ഇങ്ങനെ കൊടുത്താലും മതി. എഫക്റ്റ് കൺട്രോൾസ് പോയിട്ട് പൊസിഷനും കാര്യം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യാം. ഇതാണിപ്പോൾ എനിക്ക് തോന്നിയൊരു സിമ്പിൾ വേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഓക്കെ, ഇപ്പോൾ റെട്രോ ലുക്ക് ഇട്ടില്ല നിങ്ങൾക്ക്. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ സൂം ചെയ്ത് ക്യാമറ മൂവ്മെൻറ്റ് വെത്തുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നെസ്റ്റ് ഉണ്ടല്ലോ, നെസ്റ്റ് ചെയ്യുക. ഓക്കെ, നെസ്റ്റ് ചെയ്തിട്ട് ഇത് കൊടുത്താൽ മതി, എന്ത് പൊസിഷനും സ്കെയിലും ഒന്ന് ഇതായി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ ആ വീഡിയോ എങ്ങനെയായി. ഇനി നമുക്ക് ഈ വീഡിയോയിൽ എന്ത് ചെയ്യുക, ഒരു സ്കാൻ ലൈൻസും കൊടുക്കുക. ഓക്കെ, സ്കാൻ ലൈൻസ് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കിയാൽ, സ്കാൻ ലൈൻസ് കീവേഡ് കേട്ടിട്ടുണ്ടാവുകയില്ല എന്നേ ഉള്ളൂ, പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരുപാട്. ഇപ്പം നിലവിൽ ഇതിൽ ഈ പ്രീമിയർ പ്രോ 2025 ഇതിൽ ഗ്രിഡ് എഫക്റ്റ് ഒന്നും ഇല്ല. ഇതിപ്പോൾ സാഫിയർ ഞാൻ എക്സ്റ്റേണലായിട്ട് ചെയ്ത ഇത് ആയതുകൊണ്ടാണ് എസ് ഗ്രിഡ് വന്നത്. എസ് ഗ്രിഡ് വേണ്ട. അപ്പോൾ ഗ്രിഡ് എഫക്റ്റ് ഇതിൽ നിന്ന് പ്രീമിയർ പ്രോ എടുത്ത് ഒഴിവാക്കിക്കണം. അതുപോലെ തന്നെ ഒരു ഒബ്സൊലേറ്റ് പറഞ്ഞാണ്ട് ഒരു ഇതുണ്ട്, അതും എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ കണ്ട, അതും ഒഴിവാക്കിക്കണം.
പ്രീമിയർ പ്രോ 2025 ഒഴിവാക്കിയൊരു കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ നമുക്ക് ഇപ്പം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി എന്താണെന്ന് വെച്ചാൽ, ഈ 2 വീഡിയോൻ്റെ നടുവിലേക്ക് എന്ത് ചെയ്തു, എൻ്റെ അടുത്ത് ആൾറെഡി ഞാനൊരു ഗ്ലിച്ച് വീഡിയോ റെഡിയാക്കി വെച്ചിരുന്നു. അത് ഞാൻ നേരെ ഇതിലേക്ക് വലിച്ചിട്ടു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പം ഈ ഗ്ലിച്ച് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഞാൻ കൊടുക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രൊഫൈലും ബിയോണ്ടിൻ്റെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക, എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളി. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കണ്ട ഇതിൻ്റെ ഓപ്പോസിറ്റ് പോയിട്ട് ഞാൻ എന്ത് കൊടുത്തേക്കണേ, ഇതിൻ്റെ നോർമലായിട്ടുള്ള രൂപം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇതാണ് സ്കൈ ലൈനിൻ്റെ ഒരു സംഭവം. പണ്ടത്തെ മൂവി ദൂരദർശനമൊക്കെ കാണുമ്പോൾ കണ്ടില്ലേ. അപ്പോൾ അത് ഞാൻ എന്ത് കൊടുത്ത്, ഓവർലേ കൊടുത്ത്. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഗ്രിഡൊക്കെ കൊടുത്ത് എഫക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണേക്കാട്ടും ബെറ്റർ ഇതുപോലെ എന്തെങ്കിലും വീഡിയോ ഇങ്ങനെ കൊടുക്കുന്നതായിരിക്കും. ഒരു റെട്രോ എഫക്റ്റ് കിട്ടാനാണ്. എന്നിട്ട് ഞാൻ എന്ത് കൊടുത്ത്, ഒരു ഓപ്പോസിറ്റ് കുറച്ച് കൊടുത്ത്. ഇപ്പോൾ എന്തായി, ഒരു റെട്രോ ലുക്ക് വന്നില്ലേ. നമുക്ക് ഈ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സൂം ചെയ്യുക. ഓക്കെ, അതിന് ഞാൻ എന്ത് ചെയ്ത് 3 കൂടെ ഒരു ഈസി വേ ആണ് നെക്സ്റ്റ് കൊടുത്ത്. പിന്നെ എന്ത് ചെയ്ത്, ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ പോയിട്ട് ഇവിടെ നിന്ന് ആയിക്കോട്ടെ സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ പോയിട്ട് എന്ത് കൊടുത്ത്, പൊസിഷനും സ്കെയില് ആഡ് ചെയ്ത് കൊടുത്ത്. എന്നിട്ട് എന്ത് കൊടുത്ത്, സ്കെയില് കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുത്ത്, പിന്നെ പൊസിഷനും കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത്. ഓക്കെ, നമുക്കിനി സൂമൊക്കെ വേണമെങ്കിൽ എത്രയും ചെയ്യാം. ഇനിയിപ്പോൾ ഒന്ന് പ്ലേ ചെയ്യുമ്പോൾ നോക്കിക്കോളെ, ഒരു 3D നമ്മൾ ക്യാമറ മൂവ്മെൻറ്റ് എഫക്റ്റ് കിട്ടും. കണ്ടാ, ക്യാമറ അങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന എഫക്റ്റ് ഉണ്ടില്ല നിങ്ങൾ. അപ്പോൾ ഇത്ര പണിയുള്ളൂ. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞത്.